നമസ്കാരം കുഞ്ഞുങ്ങളെ. ഇന്ന് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ജിന്ദഗി കാ സഫർ, ലൈഫ് ജേണി, ജീവിതത്തിൻ്റെ യാത്ര. ഇതൊരു ഹൈക്കു ലോക കവിത. ഹൈക്കു ആണ്. ഹൈക്കു എന്ന് മീൻസ് ജപ്പാനീസ് കവിതാരൂപം. അതിൻ്റെ പേരാണ് ഹൈക്കു. ഈ ഹൈക്കു കവിത 3 വരികളിലായിട്ടാണ് എഴുതുന്നത്. ആദ്യ വരിയിൽ 5, രണ്ടാമത്തെ വരിയിൽ 7, മൂന്നാമത്തെ വരിയിൽ 5, ഇങ്ങനെ 17 ലെറ്റേഴ്സാണ് കാണപ്പെടുന്നത്. ഇവിടെ 3 ഹൈക്കു ഉണ്ട്. സുരംഗമ യാദവിൻ്റെത്, ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മയുടേത്, പിന്നെ കമല നിഗർപ്പായുടേത്. അപ്പോൾ ഒന്നാമത്തെ നോക്കിയേ. സൂഖ യാ ബാഡ് സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ. സൂഖ മീൻസ് വരൾച്ച, ബാഡ് മീൻസ് വെള്ളപ്പൊക്കം. വരൾച്ചയായാലും വെള്ളപ്പൊക്കമായാലും സാഹബ് കെ ആംഗൻ, സാഹബ് മീൻസ് അവിടെ എന്താണ്? റിച്ച് പീപ്പിൾ എന്നുള്ള അർത്ഥമാണ്. സാഹബ് കെ ആംഗൻ വീട്ടുമുറ്റത്ത്, പണക്കാരുടെ വീട്ടുമുറ്റത്ത് എന്നും സദാ ഫുഹാർ, ഫുഹാർ മീൻസ് എന്താണ്? ചോട്ടി ബൂന്ത്, ജലഗണങ്ങൾ. അപ്പം സൂഖ യാ ബാഡ്, വരൾച്ചയായാലും വെള്ളപ്പൊക്കമായാലും ധനികരുടെ വീട്ടുമുറ്റത്ത് എപ്പോഴും ജലഗണങ്ങൾ ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് ഉണ്ട്. എന്താണ്? ഏത് തരത്തിലുള്ള ആപത്ത് വന്നാലും ധനികർ എന്നും സുരക്ഷിതരായിരിക്കും. അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുന്നത് പാവപ്പെട്ടവരായിരിക്കും. ഇതാണ് ആദ്യത്തെ ഹൈക്കുവിൻ്റെ മീനിങ്. രണ്ടാമത്തെ നോക്കിയേ. പിതാനെ ढूंढी लाटियाँ बुढ़ापे की दिखती नहीं. പിതാനെ ढूंढी, ढूंढിനെ സെർച്ച് ചെയ്യുക, തിരയുക, അന്വേഷിക്കുക. അച്ഛൻ അന്വേഷിക്കുകയാണ്. ലാട്ടിയാം ഊന്നുവടി, ബുഢാപ്പേക്ക് വാർദ്ധക്യത്തിൽ, ദീപ്തി നഹി കാണുന്നില്ല, കാണപ്പെടുന്നില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? വൃദ്ധനായ അച്ഛൻ സഹായം അന്വേഷിച്ച് നടക്കുന്നു, പക്ഷേ എവിടെയും ആശ്രയം കണ്ടെത്താൻ പറ്റുന്നില്ല. ഇന്നത്തെ സിറ്റുവേഷനിൽ ജീവിതം കൂടുതൽ ഭാരമായി തീർന്നിരിക്കുന്നത് കൂടുതലും ആർക്കാണ്? പ്രായം ചെന്നവർക്കാണ്, അല്ലേ? ഇപ്പോഴത്തെ ഈ ആധുനിക യുഗത്തിലെ വാർദ്ധക്യം ഒരു ശാപമായി തീർന്നിരിക്കുന്നു. അതാണ്. അവരെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. അവർക്ക് പരസഹായമില്ലാതെ പറ്റില്ല. അതാണ് രണ്ടാമത്തെ ഹൈക്കു. മൂന്നാമത്തെ നോക്കിയേ. ढूंढती रही बर्फीली नगरी में नेह की आंच. ढूंढती रही അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ബർഫീലി നഗരിമേ മഞ്ഞ് നിറഞ്ഞ നഗരത്തിൽ, നേഹ് കി ആഞ്ച്, നേഹ് മീൻസ് എന്താണ്? സ്നേഹം, സ്നേഹത്തിൻ്റെ ജ്വാല, സ്നേഹത്തിൻ്റെ ജ്വാല അന്വേഷിക്കുന്നു. അതായത് മഞ്ഞ് മൂടിക്കിടക്കുന്ന നഗരത്തിൽ സ്നേഹത്തിൻ്റെ തീഷ്ണത, അതായത് നേഹ് കി ആഞ്ച്, സ്നേഹം തേടുകയാണ്. യഥാർത്ഥ സ്നേഹം എവിടെ നിന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല. സ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ ലോകത്തിൽ സ്നേഹമില്ലാതാവുന്നു എന്നാണ് കവിയുടെ കവിതയിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ 3 ഹൈക്കു മനസ്സിലായല്ലോ. 3 ഹൈക്കു നല്ലതുപോലെ വായിക്കുക. ഓക്കെ. 3 ഹൈക്കുവും എല്ലാ കുട്ടികൾക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കവിത നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കുക. സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരിക. എല്ലാ കുഞ്ഞുങ്ങൾക്കും കവിത ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.